വീട് പണിയുടെ അവസാന ഘട്ടത്തിൽ നല്ലപോലെ കൈയടിക്കുന്ന ഒരു സംഭവമാണ് പെയിൻറ്റിങ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ ചൂസ് ചെയ്യണം, അതിൽ ഏത് ക്വാളിറ്റിയിൽ ചൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് പല രീതിയിലുള്ള ഡൗട്ട്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ബ്രാൻഡഡ് പെയിൻറ്റ്സിലേക്ക് പോകാറുണ്ട്. ഇതിൽ പല ബ്രാൻഡഡ് പെയിൻറ്റ്സിലും നമുക്ക് വരുന്ന ഒരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിനകത്ത് കയറി ഒന്നും ശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഫുള്ള് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നാൽ അതിനെക്കാട്ടും വിലക്കുറവിൽ നമുക്ക് അതിനെക്കാട്ടും കുറേ കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ്സ് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്, കേരള പെയിൻറ്റ്സ്. അപ്പോൾ ഇതിനകത്തുള്ള ഇവരുടെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. തിരുവനന്തപുരത്തെ കേരള പെയിൻറ്റ്സിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഓണർ അനീഷാണ് എൻ്റെ ഒപ്പം ഉള്ളത്, എൻ്റെ ഒരു സുഹൃത്തുകൂടെയാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. അതായത് ഇവിടെ ഈ ഓരോ പെയിൻറ്റിൻ്റെയും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് കേരള പെയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഈ ഒരു ചെറിയൊരു കാലയളവിൽ തന്നെ ഏറ്റെടുത്തൊരു വലിയ പെയിൻ്റാണ്. കാര്യം അതൊരു പോയിസൺ ഫ്രീ പെയിന്റ് ആണ്, ഹാംഫുൾ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അത്രയും ജനങ്ങൾക്ക് ഏറ്റെടുക്കാനും അതുപോലെ ഏരിയ കൂടുതൽ കിട്ടുന്നുണ്ട്. ചെറിയൊരു കാശിന് ചിലപ്പോൾ ഒരു 10-25,000 രൂപയോളം മതി ഒരു 1000-1200 സ്ക്വയർ ഫീറ്റ് വീട് പെയിന്റ് ചെയ്യാൻ. 1200 സ്ക്വയർ ഫീറ്റ് വീട് പെയിന്റ് 25,000 രൂപയ്ക്കകത്തുള്ള പെയിന്റ് മാത്രം മതി. എന്നാൽ സാധാരണ വേറെ ഒരു നല്ലൊരു കമ്പനി, വലിയൊരു കമ്പനിയുടെ പെയിന്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം 40,000-50,000 രൂപ റേഞ്ചിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു 30% എപ്പോഴും വേറൊരു കമ്പനിയെ അപേക്ഷിച്ച് നമ്മുടെ പെയിന്റിന്റെ ഒരു പ്രീമിയം ബ്രാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റിയിലുള്ള പെയിന്റ് നമുക്ക് 30% കുറവായിരിക്കും, നമുക്ക് ബഡ്ജറ്റിൽ നിർത്താൻ പറ്റും. തീർച്ചയായിട്ടും. അതെ, എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എമൽഷൻസിലുള്ള എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ്. എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ്. അത് ബേസ് മോഡൽ ഉണ്ട്, മിഡിൽ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. പറയുന്ന 3 വേരിയന്റ്സ് ആണ്. ഇപ്പൊ തന്നെ ഈ നമുക്ക് വാഷ് പ്രൂഫ് ആയിട്ടുള്ള പെയിന്റുകളൊക്കെ പറയാറില്ലേ, പല ബ്രാൻഡ്സിലും നമ്മൾ പരസ്യം കാണാറുണ്ട്. അതുപോലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. അതും അവരെക്കാളും നല്ല രീതിയിലുള്ള റേറ്റ് കുറവിലാണ് നമ്മളിപ്പോ നമുക്ക് നല്ല വില കുറവിൽ കൊടുക്കാൻ പറ്റും. അതായത് കേരളത്തിന്റെ ഓൺ ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതില് ഇപ്പൊ എല്ലാവർക്കും ഒരു പുതിയൊരു സാധനം ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ച് കണ്ടെങ്കിൽ അവർക്ക് അത് ഒന്ന് കണ്ട് മനസ്സിലാക്കി ക്വാളിറ്റി മനസ്സിലാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ ഈ കേരള പെയിന്റ്സ് നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ആയിട്ട് ഏകദേശം 2 വർഷത്തിന് മേളിലായി. ട്രിവാൻഡ്രത്ത് ഇപ്പൊ 2 മാസം ആകുന്നേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ കഴിഞ്ഞ മാസത്തെ ടോട്ടൽ കസ്റ്റമർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 245ഓളം കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഒരു കസ്റ്റമേഴ്സ് ഒരു ചെറിയൊരു 5,000 റുപ്പീസിന്റെ പർച്ചേസ് ആണെങ്കിൽ പോലും 5,000 അല്ല, ഒരു ചെറിയൊരു പെയിന്റ്, ഒരു റൂം പെയിന്റ് അടിക്കാനായിരിക്കും ചിലപ്പോൾ ഒരു 1-2 റൂം അല്ലെങ്കിൽ ഇന്റീരിയർ മാത്രം അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 5,000 റുപ്പീസിന്റെ പെയിന്റ് എടുക്കുന്നത്. ഒരു ഫുൾ ഓൾ ഓവർ വീട് നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് ചിലപ്പോൾ ഒരു 50,000 റുപ്പീസിന്റെ പെയിന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അത്തരത്തില് 245ഓളം കസ്റ്റമർ ഈ കഴിഞ്ഞ മാസം തന്നെ, ഈ 2 മാസത്തിനിടയിൽ കഴിഞ്ഞ മാസത്തെ പർച്ചേസ് ആണ് ഞാൻ പറയുന്നത്. കേരള പെയിന്റ്സിന് ആ ഒരു ബ്രാൻഡ് നെയിം ഇപ്പൊ തന്നെ ക്രിയേറ്റ്, ക്വാളിറ്റി ഉണ്ട്, ബ്രാൻഡ് നെയിം ഉണ്ട്, ഹാർംഫുൾ കെമിക്കൽസ് ഇല്ല എന്നുള്ളതാണ്. കേരള പെയിന്റ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെയിന്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കെമിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെയിന്റേഴ്സിന് എന്താ പറയുന്നത്, അതായത് അവർക്ക് വേറെ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. അതായത് ഇപ്പൊ പെയിന്റ് അടിക്കുന്നവർക്കായാലും വീട്ടിനകത്ത് താമസിക്കുന്നവർക്കായാലും ഇതിൽ നിന്ന് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഒരിക്കലും വരത്തില്ല. ആ ഒരു ഹാർംഫുൾ കെമിക്കൽസ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പെയിന്റ് അടിച്ചാൽ ഇന്ന് തന്നെ വീട്ടിലുള്ള ആൾക്കാർക്ക് കയറി താമസിക്കാം. ആ ഒരു സഫോക്കേഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതായത് സാധാരണ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഴിയാൻ വീട്ടിൽ കയറാൻ കഴിയത്തില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടെ നമുക്ക് ആ ഒരു രീതിക്ക് പെട്ടെന്ന് തന്നെ കയറി താമസിക്കാനായിട്ട് ഈ ശ്വാസം മുട്ടുള്ളത് അല്ലെങ്കിൽ ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നമുക്ക് അതുപോലെ വാറന്റി എല്ലാം സാധാരണ ഒരു പെയിന്റ് ഒരു ബ്രാൻഡ് പ്രീമിയം ബ്രാൻഡ്സ് കൊടുക്കുന്ന കണക്ക് അതേ രീതിയിൽ തന്നെ വാറന്റി നിങ്ങൾ അതും അതിന് കൂടുതലുള്ള ഇതാണ് നമ്മുടെ വാറന്റി ഇതിൽ വരുന്നത്. അതായത് ബേസ് മോഡൽ വരുന്ന പ്രോഡക്റ്റ് നമുക്ക് പ്രൈമർ തന്നെ 1,990 റുപ്പീസ് ആണ് വരുന്നത്, 20 ലിറ്റേഴ്സിന്റെ ക്യാൻ. അതാണ് ഏറ്റവും നമുക്ക് ബേസ് മോഡൽ വരുന്ന നമ്മുടെ പ്രൈമറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എമർഷൻസ് പെയിന്റ് വരുവാണെങ്കിൽ ഏകദേശം 4,000-4,700 രൂപയോളം വരുന്നുണ്ട് നമ്മുടെ 20 ലിറ്റർ എമർഷൻസിന്റെ പെയിന്റ്. അത് 3 ഇയർ വാറന്റിയാണ് പ്രോഡക്റ്റ്. എല്ലാം 20 ലിറ്ററിന്റെ അതെ. അതായത് 1 ലിറ്റർ ഉണ്ട്, 4 ലിറ്റേഴ്സ് ഉണ്ട്, 10 ലിറ്റേഴ്സ് ഉണ്ട്, 20 ലിറ്റേഴ്സ്. കളറും നമുക്ക് എല്ലാ വെറൈറ്റി. അതാ കേരള പെയിന്റ്സിന്റെ വേറൊരു പ്രത്യേകതയാണ്, പുറത്ത് നമുക്ക് ബാക്കിയുള്ള ബ്രാൻഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കളേഴ്സ് വെറൈറ്റി ഉണ്ട്, ഒരുപാട് കളർ വെറൈറ്റി ഉണ്ട്, കളർ കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു കമ്പനിയുടെ കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ നമ്മളിൽ എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കളർ ഇഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കളർ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ അതിനും വേറെ പ്രശ്നങ്ങളില്ല. കേരള പെയിന്റ്സിന്റെ കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് പരിചയപ്പെടാം.
അപ്പൊ ഇവിടെ നമുക്ക് അതായത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഉപയോഗിക്കാവുന്ന എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. അതെ, അതിൽ നമുക്ക് ഏറ്റവും ബേസ് മോഡൽ പ്രോഡക്റ്റ് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന പെയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൈം സിൽവർ എന്ന് പറഞ്ഞ കേരള പെയിന്റ്സിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. 20 ലിറ്റർ ആണ് ക്യാൻ വരുന്നത്. ഇത് അകത്ത് നമുക്ക് പുറത്ത് അടിക്കാൻ പറ്റുന്ന പെയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1990 റുപ്പീസിന് വരുന്ന ക്യാനാണ്. ഇത് ഏകദേശം 1 ലിറ്ററിന് 130 സ്ക്വയർ ഫീറ്റോളം കിട്ടും. അപ്പൊ ഒരു വീടിന്റെ അകം അടിക്കാൻ ചിലപ്പോൾ 1-2 ക്യാൻ മതി. ഒരു 1000-1200 അതിലൂടെയാണ് നമുക്ക് ഈ കോസ്റ്റ് കട്ട് ചെയ്യാൻ. അതെ, ഏകദേശം 1-2 ക്യാൻ കൊണ്ട് നമുക്ക് 1-2 കോട്ട് തന്നെ അടിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അകം മാത്രമാണ്. പുറം കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാനും കൂടെ നമുക്ക് എടുക്കേണ്ടത് വരും. ടോട്ടൽ ഒരു 3 ക്യാനും കൊണ്ട് നമുക്ക് ഒരു വീടിന്റെ ഫുള്ള് നമുക്ക് പ്രൈമർ അടിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഏറ്റവും ബേസ് മോഡലായ പ്രൈം സിൽവർ. അതായത് ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ പ്രൈമറിന്റെ പണി തീർക്കാം. തീർച്ചയായിട്ടും 1200 സ്ക്വയർ ഫീറ്റിന്റെ അകവും പുറവും നമുക്ക് തീർക്കാം. തീർച്ചയായിട്ടും 5000 രൂപയ്ക്ക് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് എമൽഷൻ ആണ്. അത് കഴിഞ്ഞ് അല്ല, ഇതിന്റെ ഒരു ഹയർ എൻഡ് പ്രോഡക്റ്റ് ആണ് നമുക്ക് പ്രൈം ഗോൾഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. പ്രൈം സിൽവർ, പ്രൈം ഗോൾഡ്, ഇത് 2 കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഇതിന്റെ കുറച്ച് കൂടിയ മോഡൽ ഉണ്ട്. പ്രൈം ഗോൾഡ് ഇത് 10 ലിറ്ററിന്റെ ക്യാനാണ് ഇരിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന അറബിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അതിപ്പോ പലർക്കും പുതിയ അറിവായിരിക്കാം ചിലപ്പോൾ. അപ്പൊ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൾറെഡി ദുബായിലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സെയിം കാറ്റഗറി തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രൈം ഗോൾഡ്, ആ 2 പ്രോഡക്റ്റ് ആണ് പ്രൈമറിൽ വരുന്നത്. പിന്നെ നമുക്ക് എമോഷൻസിൽ വരുന്ന ബേസ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ 20 ലിറ്ററിന്റെ ഓൾ ഇൻ വൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഓൾ ഇൻ വൺ പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത, നമുക്ക് അകത്തും പുറത്തും ഈ ഒരു പെയിന്റ് നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം. 20 ലിറ്ററിന്റെ ക്യാനാണ് വരുന്നത്. ഇത് 3 ഇയർ വാറന്റിയാണ് വരുന്നത്. 3 ഇയർ വാറന്റിയാണ് ഈ ബേസ് മോഡൽ എമൽഷന് നമുക്ക് വരുന്ന വാറന്റി വരുന്നത്. അതെ, ഇനി ഇതിന്റെ തന്നെ അടുത്ത ക്വാളിറ്റിയിൽ അടുത്ത കാറ്റഗറീസ് വരുന്നത് കാറ്റഗറി അങ്ങോട്ടിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് 7 ഇയർ വാറന്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അതിന് വരുന്നത് സിൽവർ എക്സും സിൽവർ ഇന്നും എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. 3 ഇയർ വാറന്റി ഉള്ളതുണ്ട്, 7 ഇയർ ഉണ്ട്, 9 ഇയർ വാറന്റി ഉള്ളതുണ്ട്. നമ്മൾ ആൾറെഡി 3 ഇയർ വാറന്റി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 7 ഇയർ വാറന്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. 7 ഇയർ വാറന്റി ഉള്ള പ്രോഡക്റ്റ് സിൽവർ ഇന്നും സിൽവർ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. സിൽവർ എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ, സിൽവർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ അടിക്കുന്നത്, സിൽവർ ഇൻ എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ അടിക്കുന്നതായിട്ടുള്ള പ്രോഡക്റ്റ്. രണ്ടും 20 ലിറ്ററിന്റെ ക്യാനും 10 ലിറ്ററിന്റെ ക്യാനുമാണ്. സിൽവർ ഇന്നിന്റെ കേസ് പറയുകയാണെങ്കിൽ 6500 രൂപ സംതിങ് ആണ് നമുക്ക് സിൽവർ ഇന്ന് 20 ലിറ്റർ. ഇതേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇതേ ക്വാളിറ്റിയിൽ ഒരു പ്രീമിയം ബ്രാൻഡിൽ പോയി എത്ര രൂപ? ഒരു 9000 റുപ്പീസിന് അടുത്ത് എന്തായാലും. അതിൽ തന്നെ നമുക്ക് ഏകദേശം 3000 രൂപയോളം വ്യത്യാസം. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് കവറേജ് വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ, അതിനേക്കാളും കവറേജ് കൂടുതലും വരും. ഇത് കവറേജ് കിട്ടാനുള്ള കാരണം എന്തായിരിക്കും? അത് അതിൽ ഉപയോഗിക്കുന്ന സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ ഒരു ടെക്നോളജി ബേസ് ബൗണ്ടാണ് നമ്മൾ ചൂട് അബ്സോർവ് ചെയ്യുന്നതും ഏരിയ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു പെയിന്റ് നിർമ്മിക്കുന്നത്. ശരി, അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം. നമുക്ക് ഈ വീടിനൊക്കെ ഡാംനെസ് സ്ഥിരമായിട്ട്, അതായത് മിക്കവാറും നമ്മൾ തന്നെ വീഡിയോ എടുക്കാൻ പല വീടുകളിലും പോകുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഇത്തിരി ഒന്ന് ഒരു 2-3 വർഷമായ വീടുകളാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ഈ പെയിന്റ് അങ്ങ് പൊരിഞ്ഞളവാണ്. അതെ, അത് സ്ഥിരമായിട്ട് ഞാനും ഒരു 10-15 വർഷമായിട്ട് കേരളത്തിലുള്ള ഒരുപാട് വീടുകളിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഞാനും അതായത് ഈ ഒരു ഈർപ്പം എന്തായാലും ഇത് വലിച്ചെടുക്കും. തീർച്ചയായിട്ടും തറയിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുത്തിട്ട് ഒരു 3 അടി 4 അടി ഹൈറ്റിൽ തറയിൽ നിന്നുള്ള ഈർപ്പം പിടിച്ചിട്ട് ഇങ്ങനെ പൊള്ളി ഇളവുന്ന ഒരു പ്രശ്നം. അതിന് നമുക്ക് സ്ഥിരമായിട്ട് പല വീടുകൾ, അതായത് ഇത്തിരി ഒരു 2-3 വർഷം പഴക്കമായ വീടുകൾ തന്നെ നമ്മൾ പരസ്യമിടാൻ പോകുമ്പോൾ അതിൽ മേജറായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് താഴെ നിന്ന് ഈ വാട്ടർ, അതായത് വെള്ളം വലിച്ചെടുക്കും, കാപ്പിലറി ആക്ഷനിലൂടെ വലിച്ചെടുക്കും. അതിലൂടെ പെയിന്റ് പൊള്ളി ഇളകുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് ഈ ഡാംനെസ് കാരണം ഉണ്ടാകും. എല്ലാ ഗ്രൗണ്ട് ഫ്ലോറിൽ, എല്ലാ വീടുകളിലും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 3 അടി 2 അടി 3 അടി ഹൈറ്റിൽ ഈ പറയുന്ന പൊള്ളി. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ബാത്റൂമിന്റെ പിറയിലത്തെ ചെറയിൽ ആ രീതിയിലൊക്കെ വരാറുണ്ട്. അതിന് നമ്മളൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ ടഫ് സീൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഇതിൽ നമുക്ക് 1.5 കിലോ ഗ്രേ സിമെന്റ് ചേർത്ത് അടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നം നമുക്ക് 3 വർഷം വരെ വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ട്. 3 വർഷം വരെ ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഓൾറെഡി ഡാംനെസ് ഉള്ള ചുമരിൽ നമുക്ക് ഇത് ഇളക്കി കളഞ്ഞ് ഇത് തീർച്ചയായിട്ടും നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പറയുന്ന പ്രോഡക്റ്റിൽ 1.5 കിലോ ഗ്രേ സിമെന്റ് ചേർത്ത് നമുക്ക് ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നം ഡാംനെസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെറസിന്റെ മണ്ടയിലൊക്കെ ഈ വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതെ, നമുക്ക് 2 പ്രോഡക്റ്റ് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മള് പറഞ്ഞ രീതിക്ക് വരുന്ന ഈ കൂൾ കോട്ട് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഇതൊരു കൂളിംഗ് എഫക്ട് കൂടെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് നമ്മുടെ ടെറസിൽ ഇത് അടിക്കുവാണെങ്കിൽ ഏകദേശം 10 ഡിഗ്രി വരെ ചൂട് കുറയ്ക്കുമെന്നാണ് കമ്പനി. അതായത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര. അതെ, തീർച്ചയായിട്ടും. പക്ഷെ 10 ഡിഗ്രി കമ്പനി പറയുന്നുണ്ട്. എന്നാലും നമുക്ക് പല ഇല്ല, ഒരു ഏകദേശം 7-8 ഡിഗ്രിയോളം ചൂട് കുറഞ്ഞ കസ്റ്റമേഴ്സ് ഇപ്പൊ തന്നെ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം റിവ്യൂ തീർച്ചയായിട്ടും പറയുന്നത്. അതായത് ഇപ്പം ചിലപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ ഏകദേശം 40 ഡിഗ്രി വരെയൊക്കെയാണ് പോകുന്നത്. അതെ, 8 ഡിഗ്രി കുറഞ്ഞാൽ 32 ഡിഗ്രി ആയില്ലേ? അതെ, സാധാരണ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എല്ലാ സമയത്തും
എന്തായാലും 30-32 ഡിഗ്രീസ് എന്തായാലും വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു 8 ഡിഗ്രി നമുക്ക് കുറയാൻ നമുക്ക് ഈ വെയിലടിച്ച് കഴിഞ്ഞാലും അത്രയും ചൂട് അകത്തേക്ക് കിട്ടത്തില്ല. അതെ, ഇതായാലും കൂൾ കോട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഇതേ പ്രോഡക്റ്റിൽ തന്നെ നമുക്ക് കൂളിംഗ് എഫക്ട് ഇല്ലാത്ത പ്രോഡക്റ്റും ഉണ്ട്. സെയിം വില വ്യത്യാസം എത്ര വരും? ഒരു 1000 രൂപ വ്യത്യാസം വരും. രണ്ടും വാട്ടർ പ്രൂഫ് വിത്ത്, ഇത് വാട്ടർ പ്രൂഫ് വിത്ത് കൂളിംഗ് എഫക്ട് വരുന്ന പ്രോഡക്റ്റ് ആണ്. വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിംഗ് മാത്രം വരുന്ന മെറ്റീരിയലാണ്. ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഭദ്രം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ ഭദ്രം എന്ന് പറയുന്ന കേരള പെയിന്റ്സിന്റെ ഭദ്രം എന്ന് പറയുന്ന പ്രോഡക്റ്റ് റബ്ബർ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വരുന്നത്. അതിപ്പോ ഈ വരുന്ന 1-ാം തീയതി, അതായത് നാളെ ലോഞ്ച് ചെയ്യുകയാണ്. നാളെ നമുക്ക് ലോഞ്ച് ചെയ്യുകയാണ്. ഓൾറെഡി കേരളത്തിലെ എല്ലാ നമ്മുടെ ഔട്ട്ലെറ്റ്സിലും നാളെ മുതൽ ഭദ്രം പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് അതൊരു തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും റബ്ബർ പാലിൽ നിന്ന് ഒരു പെയിന്റിന്റെ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ഹെൽത്തിന്റെ കൺസേൺ തന്നെയാണല്ലേ. അതായത് നമുക്ക് ഇതുപോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലോ കാര്യങ്ങളോ നേരിട്ട് ഇതിൽ നിന്ന് അങ്ങ് ഉൽപ്പാദിപ്പിക്കും. റബ്ബർ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെയിന്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് അത് പോകുന്നത്. ഇപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യുമ്പോഴേ ഇതിന്റെ കൂടെ ഒരു വേറൊരു കോസ്റ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുട്ടിയിടും. പുട്ടിയിട്ടതിന് ശേഷമാണ് നമ്മൾ പെയിന്റ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ബേർഡൻ ആണ്. ഡബിൾ അല്ല, ട്രിപ്പിൾ ബേർഡൻ ആണെന്നാണ് പറയാം. കാര്യം നമുക്ക് പുട്ടിയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഇരട്ടിയോളം ലേബർ വരും. പുട്ടി കോസ്റ്റ് വരും, പ്രൈമർ കോസ്റ്റ് വരും, അത് കഴിഞ്ഞ് നമുക്ക് എമൽഷൻസിന്റെ കോസ്റ്റ് വരും. അപ്പൊ ഇത്രയും കോസ്റ്റ് ആണ് വരുന്നത്. എന്നാൽ ഇപ്പൊ ഒരു സാധാരണ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ, നമുക്ക് എന്നാൽ ഒരു വീട് മൊത്തം പെയിന്റ് അടിക്കണം, പുട്ടിയിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രൈമറിനും പുട്ടിക്കും പ്രൈമറിനും പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അതായത് ഒറ്റ തവണ അടുപ്പിൽ ഇത് പരിപാടി കഴിയും. അതെ, സീലർ പ്രൈമർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് ഇത് ഡയറക്റ്റ് ചെവരിൽ തന്നെ അപ്ലൈ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഒരു കോട്ട് പെയിന്റ് കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിന്റെ കാര്യം പെയിന്റ് അടി കഴിഞ്ഞു. അതായത് പുട്ടിയിട്ട് പിന്നെ പ്രൈമർ, അതിനുശേഷം പെയിന്റ്, അത് വേണം. ആ ഒരു കൺസെപ്റ്റ് പ്രൈമർ അടിക്കുക, പ്രൈമർ അടിക്കുക, പ്രൈമർ വിത്ത്, അതായത് സീലർ പ്രൈം എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അതിനെ പ്രൈമർ അടിക്കുക, ആ ഒരു പുട്ടിയുടെ എഫക്ട് കിട്ടും. ഒരു 100% കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു എഫക്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഈ പറയുന്ന കാര്യം തീർത്ത് പോകാനായിട്ട് സാധിക്കും. നമ്മള് പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ടുള്ള എമർഷൻ ആണ് ഈ പറയുന്നത്. നമുക്ക് 9 വർഷം വാറന്റി വരുന്ന പ്രോഡക്റ്റ് ആണ്. ഗോൾഡ് എന്നാണ് ഈ പറയുന്ന പ്രോഡക്റ്റിന് നമ്മൾ ആ ഒരു സീരീസിലുള്ള പ്രോഡക്റ്റ് ആണ്. കേരള പെയിന്റിന്റെ ഈ പറയുന്ന ഗോൾഡ് എക്സ് ഗോൾഡിൻ, നമ്മൾ നേരത്തെ സിൽവർ എക്സ് സിൽവർ ഇൻ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് എക്സ് ഗോൾഡിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. 9 years അത് ഡയറക്റ്റ്, അതാ പറഞ്ഞത്, നമ്മുടെ കമ്പനിയുടെ പ്രത്യേകതയാണ്. നമുക്ക് വാഷബിൾ ആണ്. നമുക്ക് കവറിൻ കിട്ടിയില്ല, തീർച്ചയായിട്ടും കമ്പനി ആ പെയിന്റ് മാറ്റി തരും. അല്ലെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള കവറിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതിനൊരു ഓവർ സ്മെല്ല് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലോ തീർച്ചയായിട്ടും കമ്പനി അത് മാറ്റി തന്നിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പിള്ളേർ വരയ്ക്കുക, അതൊക്കെ നമുക്ക് വാഷബിൾ ആണ്. ഈ ഒരു പ്രോഡക്റ്റ്, അതിൽ സിൽവർ പ്രോഡക്റ്റിലും ഗോൾഡ് പ്രോഡക്റ്റിലും വാഷബിൾ ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഉപയോഗിക്കാനുള്ള അത് സിൽവർ എക്സും, അതെ, എക്സ്റ്റീരിയർ സിൽവർ എക്സും സിൽവർ ഇന്നും എന്ന് പറയുന്ന പ്രോഡക്റ്റ് പോലെ ഗോൾഡ് എക്സും ഗോൾഡ് ഇന്നും എന്ന് പറയുന്ന പ്രോഡക്റ്റ് സെയിം ആയിട്ടുണ്ട്. ഇതും ഏകദേശം 130 സ്ക്വയർ ഫീറ്റോളം നമുക്ക് കവറേജും കിട്ടുന്നു. അതെ, ഈ ഒരു പ്രീമിയം പ്രോഡക്റ്റ് നമുക്ക് ഒരു 1200 സ്ക്വയർ ഫീറ്റ് അടിക്കാനായിട്ട് ഏറിപ്പോയാൽ ഒരു 40,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ എല്ലാ ആ ഒരു 1200 സ്ക്വയർ ഫീറ്റ് നമുക്ക് പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഞാൻ പറയുന്നത്. പ്രീമിയം പ്രോഡക്റ്റ് ആണ് 40 രൂപ. നമ്മളിപ്പോ പ്രീമിയം ക്വാളിറ്റിയിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല പരസ്യത്തിലും കാണുന്നുണ്ട് 20,000 25,000 എടുത്ത ഒരു വീട് ഫുൾ പെയിന്റ് അടിക്കുന്നത്. അത്തരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞ എടുത്ത് ചെയ്താൽ ചിലപ്പോൾ ഒരു 18,000 രൂപയ്ക്കോ 15,000 രൂപയ്ക്കോ നമ്മുടെ പ്രോഡക്റ്റ് എടുത്താൽ മതിയാവും. ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്. അത് പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. 40,000 രൂപയ്ക്ക് എടുത്ത്, അതായത് നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 രൂപയ്ക്കാണ് നിങ്ങളുടെ വീട് പെയിന്റ് അടിയെങ്കിൽ അതിനുള്ള സാധനം തീർച്ചയായിട്ടും 50,000 രൂപയ്ക്ക് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള സാധനം തീർച്ചയായിട്ടും 50,000 എന്ന് പറഞ്ഞത് ഒറ്റ കോട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതല്ല 2 കോട്ട് അടിക്കണം, അല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രീമിയം പ്രോഡക്റ്റ് 1 2 3 കോട്ട് അടിച്ചിട്ട് കാര്യങ്ങളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത് നിങ്ങളിപ്പോ വീട് വെച്ചോണ്ട് നിൽക്കുവാണ്, പെയിന്റിങ്ങിന്റെ സമയമായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം കാട്ടായക്കോണത്തിന് സമയം നരിക്കലല്ലേ, അവിടെ അടുത്തായിട്ട് തന്നെയാണ് കേരള പെയിന്റ്സിന്റെ ഈ ഒരു ഔട്ട്ലെറ്റ് വരുന്നത്. നേരിട്ട് വിസിറ്റ് ചെയ്യുക, ഇവരുടെ നമ്പർ കൊടുത്തേക്കാം. നമുക്ക് ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട് തീർച്ചയായിട്ടും. ട്രിവാൻഡ്രം ജില്ലക്കകത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവറി എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വേറെ ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ? തീർച്ചയായിട്ടും അതാ പറഞ്ഞത്, നിങ്ങൾ വേറൊരു കമ്പനിയുടെ പെയിന്റിന്റെ കൊട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അതിനുശേഷം പ്രോഡക്റ്റ് എടുക്കാം. തീർച്ചയായിട്ടും ആ ഒരു രീതിക്ക് പറയുന്നത് 100% ഗ്യാരണ്ടിയോട് കൂടി സാധനം കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നേരിട്ട് അവരുമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ